ലോട്ടറി അടിക്കുന്ന 6 നാളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ യൂട്യൂബ് കാണാനേ ഉള്ളൂ ആൾ. അപ്പം ഇങ്ങനെ ലോജിക്കില്ലാതെ ആൾക്കാർ ഇതിൻ്റെ പുറകിന് പോകുന്നതുകൊണ്ടല്ലേ അങ്ങനെയുള്ളൊരു വ്യൂവേഴ്സ് കൂടുന്നത്. ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വ്യക്തമായ ഇത്ര കാര്യങ്ങൾ പഠിച്ച് സർട്ടിഫൈ ചെയ്ത ഒരാൾ മാത്രമേ ഇത് ചെയ്യാവൂ എന്നാണ് നിയമം പറയേണ്ടത്. ഈ മരണശേഷം ഒരു മനുഷ്യൻ്റെ മരണശേഷം ഈ ഭൂതപ്രേതാദികൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ? അതിൽ തിരുമേനിയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇതിന് ശാസ്ത്രീയമായിട്ട് ഉത്തരം പറയണോ വിശ്വാസപരമായിട്ട് ഉത്തരം പറയണോ? എങ്ങനെയായാലും വിശ്വാസം രണ്ട് രീതിയിലും പറയാം, അല്ലെ കണക്ട് ചെയ്ത് പറയാം, അതായിരിക്കും ഭേദം. ഒരു പുരുഷ ഡോക്ടർക്ക് പറ്റത്തില്ല പ്രസവവേദന കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു സ്ത്രീ ഡോക്ടർ പറയുന്ന പോലെ പ്രസവവേദനയെ കുറിച്ച് പുരുഷ ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് തെളിവില്ലെന്നോ അതിന് ലോജിക്കില്ലെന്നോ അതിനൊരു മെഷർമെൻറ്റ് മിഷൻ ഇല്ലെന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹായ്, ഹലോ, വെൽക്കം ടു സാഗ് ന്യൂസ്. ഹിന്ദു സംസ്കാരവും ആരാധനയും വെല്ലുവിളിയും എന്ന ഇന്നത്തെ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനുള്ളത് ആറ്റുകാൽ ചെട്ടിക്കുളങ്ങര ക്ഷേത്രം മുൻ മേൽശാന്തിയും പ്രമുഖ ജ്യോതിഷ പണ്ഡിതനും ഭിഷഗുരനുമായ ശ്രീ വിഷ്ണുനാരായണ നമ്പൂതിരിയാണ്. സ്വാഗതം ചെയ്യാം ശ്രീ വിഷ്ണുനാരായണ നമ്പൂതിരി. വെൽക്കം. നമസ്കാരം. മന്ത്രവാദത്തിന് ഒരു വലിയ സ്വാധീനം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തിരുമേനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പം എന്നോട് ചോദിച്ചത് മന്ത്രവാദത്തിന് മനുഷ്യൻ്റെ ഭാവിയെ സ്വാധീനിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ ആ പറയുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നത്, ഇല്ലേ? അപ്പം നിങ്ങളുടെ വാക്കിന് എന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകൾക്കൊക്കെ ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന സൗണ്ട് മൈക്രോഫോണിൽ കൂടെ പിടിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്ത് വലുതായിട്ട് കേൾക്കാൻ പറ്റുന്നത്. ശബ്ദത്തിന് ശക്തിയുണ്ട്, മനസ്സിൻ്റെ പവറിനും ശക്തിയുണ്ട്. ഇനി അതിന് തെളിവില്ല എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണെന്ന് വേണേൽ പറയാം. അത് തെളിവ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ശാസ്ത്രത്തിൻ്റെ കുറ്റമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ സ്കെയിൽ കൊണ്ട് ഇതിനെ അളക്കാനുള്ള പര്യാപ്തി ഇല്ലെന്നേ ഇനി പറയാനുള്ളൂ. അപ്പോൾ ദിവസവും ഞങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഈ ജ്യോതിഷം ഞാൻ കൈകാര്യം ചെയ്യുന്ന മേഖല ആസ്ട്രോളജിയാണ്, ജ്യോതിഷം. അപ്പോൾ അതിന് തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് എപ്പോഴും. ആസ്ട്രോളജി എന്ന് പറയുന്നൊരു സ്യൂഡോ സയൻസ് അല്ലേ? ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി ഇത് സ്യൂഡോ സയൻസ് അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് വല്ല പ്ലാസിബോ എഫക്റ്റ് അല്ലേ? ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ആൾക്കാർ സാധാരണ ചോദിക്കാറ്. അപ്പോൾ ഇതിന് ഒറ്റ ഉത്തരം പറഞ്ഞാൽ ഇന്ന് എങ്ങനെയാണെന്ന് ഇപ്പോൾ പഞ്ചസാര എങ്ങനെ CH എന്നൊക്കെ പറയുന്നതിലും ഉപരിയായിട്ട് അത് ഇച്ചിരി കൊടുത്ത് രുചിച്ചു നോക്കാൻ പറയുന്നതാണ് പണ്ടത്തെ പ്രാക്ടിക്കൽ സംവിധാനം എന്ന് പറയുന്നത്. ഇന്ന് ക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ തിരക്കും ഈ പറഞ്ഞ പോലെ അതിശക്തമായ ഈ രംഗത്തേക്ക് മനുഷ്യരുടെ കടന്നുകയറ്റമൊക്കെ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ സംതിങ് ദെയർ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിനെ ഫോളോ ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ അതിനകത്ത് ഏത് സംവിധാനവും ജനാധിപത്യം പോലും നല്ല ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ട് കുറച്ച് പേര് അതിനകത്ത് അതിനെ വ്യഭിചരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അതെല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാത്തിലും. അതായത് ഇപ്പോൾ അത് തന്നെയല്ലേ പറയുന്നത്, കലിയുഗമായ ഈ കാലഘട്ടത്തിൽ ധർമ്മമാകുന്ന കാള ഒരു കാലിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം 4-1 ഉള്ളൂ ധർമ്മം എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഇതിനകത്ത് ആൾക്കാരുടെ എണ്ണം കാലസ്ഥിതി അനുസരിച്ച് കുറഞ്ഞു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ജനറലൈസ് ചെയ്തൊന്നും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റേതായിട്ടുള്ള പ്രയോജനങ്ങൾ അവർക്ക് അത് ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രയോജനം എത്തണം. അതിനകത്തൊരു കാര്യമുണ്ട്. ഇന്ന് മുഴുവനും ലോട്ടറി അടിക്കുന്ന 6 നാളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ യൂട്യൂബ് കാണാനേ ഉള്ളൂ ആൾ. എന്നാൽ പിന്നെ അവർക്ക് ഓരോ ലോട്ടറി അങ്ങ് എടുത്താൽ പോരെ. അപ്പം ഇങ്ങനെ ലോജിക്കില്ലാതെ ആൾക്കാർ ഇതിൻ്റെ പുറകിന് പോകുന്നതുകൊണ്ടല്ലേ അങ്ങനെയുള്ളൊരു വ്യൂവേഴ്സ് കൂടുന്നത്.
അപ്പോൾ മനുഷ്യൻ്റെ ആങ്സൈറ്റിയെ ചൂഷണം ചെയ്യുക എന്ന ഒരു വിഭാഗം നമ്മുടെ നിലവിലുണ്ട്. എന്നാൽ വളരെ ശരിയായ രീതിയിൽ ഇത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇതിനൊന്നും ഒട്ടും സമയവും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് ഒരു ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കാനോ നമ്മൾ പറയുന്നതിനൊരു ബേസ് ഇല്ലാതെ സംസാരിക്കാനോ. അപ്പം കാരണം ഇത് ശാസ്ത്രനാൽ ത്രായത് ചെയ്തി ശാസ്ത്രങ്ങളെ കൊണ്ട് ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന സ്ഥലത്ത് സൂര്യൻ നിൽക്കുമ്പോൾ ഇന്ന ഫലം എന്ന് നൂറ്റാണ്ടുകളായിട്ടുള്ള മഹർഷിമാരുടെ നിരീക്ഷണ പരീക്ഷണങ്ങൾ കൂടെ കണ്ടെത്തി കുറേ പേർക്ക് ഒരുപോലെ അനുഭവിച്ചിട്ട് അതിനെ കൈകാര്യം ചെയ്ത് വന്ന ഒരു ശാസ്ത്രമാണിത്. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കാതെ ഉപയോഗിക്കുക, അങ്ങനെയുള്ളവരെ കണ്ടു കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്നത്തെ കാലത്ത്. എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഒരു സ്ഥിതപ്രജ്ഞനെ ഭഗവത്ഗീത പറയുന്ന പോലെ അയാളെ അറിയാൻ പറ്റത്തില്ല. അയാൾ എത്രമാത്രം പണ്ഡിതനാണെന്നോ അല്ലെ അയാളുടെ ആ ലെവൽ ഒന്നും നമുക്ക് പുറമേ കണ്ടുകൊണ്ടൊന്നും അറിയാൻ വയ്യ. വചനം, വിദ്യ, വചസ്, വപുസ് എന്നൊക്കെ പറയുന്ന പഞ്ചവകാരങ്ങൾ ഉള്ളവർക്കാണ് മാന്യതയുള്ളത്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്ന് പറയുന്ന പോലുള്ള ആൾക്കാർ. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവരുടെ എണ്ണവും അമന്ത്രമക്ഷരം നാസ്തി മൂലം അനൗഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. തിരുമേനി തന്നെ പറഞ്ഞു, ചില മനുഷ്യർ തെറ്റായ രീതിയിലൂടെ യാത്ര ചെയ്യുന്നു, ചിലർ ശരിയായ രീതിയിലൂടെ യാത്ര ചെയ്യുന്നു. നമുക്ക് ഈ തെറ്റും ശരിയും നിറഞ്ഞ വഴി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്താണ് അതിനുള്ളൊരു മാർഗം? നമുക്കിപ്പം ഒരു ഡോക്ടർ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ അയാളുടെ ഡിഗ്രി പരിശോധിച്ചാൽ, അത്രയും ഡിഗ്രി ഇല്ലാത്തൊരു കൈകാര്യം ചെയ്യരുത് എന്നൊരു നിയമം ഉണ്ട്. ഇപ്പോൾ ഒരാൾ തുള്ളൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ തുള്ളപ്പനിക്ക് ചികിത്സിക്കുന്ന പോലെ ഇരിക്കും. കാരണം ഒരു MBBS പാസ്സായ ആൾ മാത്രമേ സർജറി ചെയ്യാവൂ എന്ന് പറഞ്ഞതുപോലെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വ്യക്തമായ ഇത്ര കാര്യങ്ങൾ പഠിച്ച് സർട്ടിഫൈ ചെയ്ത ഒരാൾ മാത്രമേ ഇത് ചെയ്യാവൂ എന്നാണ് നിയമം വേണ്ടത്. അല്ലാതെ ഇതെല്ലാം നിരോധിക്കുകയല്ല വേണ്ടത്. ഇത് ലൈസൻസ് ചെയ്ത് സ്ക്രീൻ ചെയ്ത് ക്വാളിറ്റി ഉള്ളവർ മാത്രം ചെയ്യുക എന്നുള്ള ഒരു സമീപനമാണ് സത്യത്തിൽ സർക്കാരുകൾ എടുക്കേണ്ടത്. അപ്പോഴേ ഇങ്ങനെയുള്ളതൊക്കെ നിൽക്കത്തുള്ളൂ. അതിന് പകരം മൊത്തത്തിൽ ഇതില്ലാത്തതെന്ന് പറയുന്നിടത്താണ് എല്ലാം കൂടെ താഴെ പോകുന്നത്. ആൾക്കാർക്ക് ഇത് ആവശ്യമാണ്. അംബാനി പറയുന്ന പോലെ വിതരണം ആവശ്യത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന പോലെ തിരിച്ച് ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ തിങ്. ഏതൊരു സാധനവും ഡിമാൻഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അത് സപ്ലൈ ഉണ്ടാകുന്നത്. അപ്പം ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവായതുകൊണ്ടാണ് ഇതിന് ജനങ്ങൾ കൂടുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. ഇവിടെ പ്രശ്നത്തിന് വ്യക്തമായ ഒരു സൊല്യൂഷൻ ഉണ്ടാവേണ്ടതിന് പകരം നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് ഇപ്പോഴത്തെ മണ്ടന്മാരായ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ആ മണ്ടന്മാരായ എന്നുള്ള വാക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാനും സൈക്കോളജി പഠിച്ചതാണ്. കാരണം മനുഷ്യനെ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾക്കൊരു പ്ലാസിബോ ഒരാൾക്ക് ഗുളിക കഴിച്ചാലേ മാറത്തുള്ളൂ എന്ന് ഒരു അമ്മൂമ്മയ്ക്ക് വിചാരം. ഞങ്ങളുടെ മുത്തശ്ശിക്ക് അങ്ങനെ വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ചെയ്യും, പ്ലാസിബോ മരുന്ന് കൊടുക്കും. പുള്ളിക്കാർക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് പ്ലാസിബോ എന്ന് പറഞ്ഞ് പരിഹരിക്കുമല്ല അവിടെ ആവശ്യം. ഈ പ്ലാസിബോ കൊണ്ട് ഇയാളുടെ അസുഖം മാറുന്നെങ്കിൽ അതിന് പിന്നിലൊരു ശാസ്ത്രം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ. കാരണം ഈ പ്ലാസിബോ എനിക്ക് കിട്ടിയപ്പം എനിക്ക് മരുന്ന് കിട്ടി എന്നുള്ള തോന്നൽ കൊണ്ട് അവരുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറഞ്ഞു, അവരുടെ ഇന്നർ ഓർഗൻസിൻ്റെ പ്രവർത്തനം ഓർഡറിലായി, അല്ലെങ്കിൽ അവരുടെ അഡ്രിനാലിൻ്റെ പ്രവർത്തനം കുറഞ്ഞു, അല്ലെങ്കിൽ ഡോപ്പമിൻ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇന്നർ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മാറി. മനുഷ്യർ മിഷ്യനല്ല, എല്ലാ വിചാരങ്ങളുമുള്ള ഒരു സാധനമാണ് മനുഷ്യൻ എന്ന് പലരും മറന്നു പോകുന്നിടത്താണ് ഇതിനെയൊക്കെ അടച്ച് ആക്ഷേപിക്കാനും ഒക്കെ ആൾക്കാരുള്ളത്. പക്ഷേ ശരിയായി ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ ഒന്നും ഇരിക്കാൻ പോലും സമയവുമില്ല, ഇതൊന്നും സ്ഥാപിക്കേണ്ട കാര്യവും ഇല്ല. അതാണ് സാഹചര്യം. ഇതിന് നെഗറ്റീവായ രീതികൾ അവലംബിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അത്തരം മനുഷ്യരെ നമുക്ക് എങ്ങനെയാണ് നേരിടാൻ പറ്റുക? ഇതൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്.
ഇതൊന്നും കൂടാതെ ഒരു മൂന്നാമതൊരു വശം കൂടെ ഉള്ളതുകൊണ്ട് അത് നാണയമായിട്ട് നിലനിൽക്കുന്നത്. സൈഡിൻ്റെ കാര്യം ആരും പറയുന്നില്ല. എല്ലാവരും പറയും ഒരു നാണയത്തിന് രണ്ട് വശമല്ല, അല്ലെങ്കിൽ മൂന്ന് വശമുണ്ട്. അതായത് ഈ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആപേക്ഷികമാണ്. ഒരു സാധനത്തിനെ നെഗറ്റീവ് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴാണത് നെഗറ്റീവാകുന്നത്. ഇതേ സാധനത്തിനെ തന്നെ പോസിറ്റീവായൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോഴാണത് പോസിറ്റീവാകുന്നത്. ഒരാളുടെ കാല് മുറിക്കുന്നത് നല്ലതോ ചീത്തയോ, കാല് വെട്ടിക്കളയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ ചെയ്താൽ അത് നല്ലതും ഒരു ഗുണ്ട ചെയ്യുമ്പോൾ അത് ചീത്തയാണ്. ഇതാണ് അതിനകത്തെ സംഭവം. ഇതിനെ നമുക്ക് നേരിടാനും ഇതിനെ കണ്ടുപിടിക്കാനും, അതായത് ഇതിനകത്ത് നെഗറ്റീവിനും ശക്തിയുണ്ട്. ഒരു സ്വർണ്ണസൂചി ആയാലും കണ്ണിൽ വീണാൽ കണ്ണ് പൊട്ടും. അപ്പോൾ ഇതൊരു നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ഇങ്ങനൊരു സംഭവമുണ്ട്. അതിനെ ഫലപ്രദമായിട്ട് മുൻകൂട്ടി കണ്ടുപിടിക്കാനും അത് നേരിടാനും അതിനുള്ള പ്രിക്കോഷൻ എടുക്കാനും നമ്മുടെ ശാസ്ത്രത്തിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ മരണശേഷം, ഒരു മനുഷ്യൻ്റെ മരണശേഷം ഈ ഭൂതപ്രേതാദികൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ? അതിൽ തിരുമേനിയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇതിന് ശാസ്ത്രീയമായിട്ട് ഉത്തരം പറയണോ വിശ്വാസപരമായിട്ട് ഉത്തരം പറയണോ? എങ്ങനെയായാലും വിശ്വാസം രണ്ട് രീതിയിലും പറയാം, അല്ലെ കണക്ട് ചെയ്ത് പറയാം, അതായിരിക്കും ഭേദം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ആമുഖം പറയാതെ അതിലേക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം സത്യത്തിൽ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ചോദ്യം എന്താണ്? എനിക്കെന്താണ് പറ്റിയത്? എനിക്ക് ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും പലതും നടക്കുന്നില്ല. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എത്തിപ്പെടാനുണ്ട്. അതിന് എനിക്ക് എന്ത് ചെയ്താൽ ഒക്കും? ഞാൻ എന്തൊക്കെ ചെയ്യണം? എനിക്കെന്താ ഇങ്ങനെ നെഗറ്റീവ് അനുഭവം ഉണ്ടാകുന്നതിന് കാരണം? അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് നെഗറ്റീവ് അനുഭവങ്ങളൊന്നുമില്ല, ഇനി കൂടുതൽ പോസിറ്റീവ് അനുഭവങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ ധനം ഉണ്ടാകാൻ എന്തൊക്കെ ചെയ്യണം? അതുണ്ടാക്കുന്നതിന് എന്തൊക്കെ തടസ്സമാണ്? ഇങ്ങനെയൊക്കെയാണ് സാധാരണ ആൾക്കാരുടെ ചോദ്യം. അല്ലെ എൻ്റെ അസുഖം, ഞാൻ ആരെ ഉപദ്രവിക്കാതെ പോലും എനിക്ക് ഇത്തരം അസുഖങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ മനുഷ്യൻ്റെ കുറേ ഫിക്സഡായിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്ക് എന്നെ ആരെങ്കിലും ദ്രോഹിക്കുന്നതാണോ? നേരിട്ട് ദ്രോഹിക്കുന്നത് എനിക്കറിയാതെ, അല്ലാതെ തന്നെ ബ്ലാക്ക് മാജിക് പോലെ എന്തെങ്കിലും എന്നെ യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എനിക്കിത് പറ്റുമോ? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഞങ്ങളോട് വന്ന് ചോദിക്കാനുള്ളത്. അപ്പം ഇതിനൊക്കെ പറ്റും എന്ന് മാത്രമേ ഒറ്റ വാക്കിൽ ഉത്തരവുള്ളൂ. അതുകൊണ്ട് തൃപ്തിയാവത്തില്ല. പണ്ട് തൃപ്തിയാവുമായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയകളുടെയൊക്കെ അതിപ്രസരങ്ങളെ കൊണ്ട് ഒരു വിഭാഗം ചെറുപ്പക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് ധാരണ കുറവുള്ളതോ, ഒരു വിഭാഗം വലിയ സയൻറ്റിസ്റ്റുകൾ ഇതിലോട്ട് ഇങ്ങോട്ട് അത്യാകൃഷ്ടരായിട്ട് വരുന്നതുമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അപ്പം ജസ്റ്റ് ഒരു 2 വാക്കിൽ ഇതിലൊരു സമ്മറി പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് മനുഷ്യൻ കാട്ടിൽ കൂടെ എരുതേടി പിടിച്ചുകൊണ്ട് നടന്ന കാലം, ചില സമയത്ത് ഇപ്പോൾ ചില മാസങ്ങളിൽ നായകൾ ഒരുപാട് ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ പാമ്പുകൾ ഇണചേരുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് ചില പഴങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് മഴ ഉണ്ടാകുന്നു, ചില സമയത്ത് വെയിലുണ്ടാകുന്നു, ചില സമയത്ത് കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ നന്നാകുന്നു. അങ്ങനെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത് ഇതിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്ക് മുറിഞ്ഞാൽ രക്തം കൂടുതൽ പോകുന്നു, അല്ലെങ്കിൽ വേലിയേറ്റ സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ വെളുത്ത വാവ് എടുക്കുമ്പോൾ ശ്വാസം മുട്ടൽ കൂടുന്നു. ഉവാവു എന്നാണ് പറഞ്ഞത്, വാവിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതാണ് ഉവാവു എന്ന് പണ്ട് പറയാറ്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ നിരീക്ഷിച്ചിട്ടാണ് ഒരു കാൽക്കുലേറ്റർ പോലും ഇല്ലാതെ സംഗ്രാമ മാധവനെ പോലെ പയ്യയുടെ വിലകളും അതുപോലുള്ള ഇത്രയൊക്കെ വലിയ ഗണിതങ്ങളും ഈ പറയുന്ന ഗണിത രീതികളും സൈനും കോസും ടാനും ഒക്കെ വേണ്ടി എല്ലാ കാര്യങ്ങളും ന്യൂട്ടൻ്റെയും ഇവരുടെയൊക്കെ തല ചെയ്തുള്ളൂ. അതിന് നൂറ്റാണ്ട് മുമ്പേ ഇതൊക്കെ കണ്ടുപിടിച്ച് ആസ്ട്രോണമി ഉണ്ടായത് തന്നെ ആസ്ട്രോളജിക്ക് വേണ്ടിയിട്ടാണ്, ഫലഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗണിതങ്ങളെല്ലാം. സംഗ്രാമ മാധവൻ അവിടുത്തെ കൽപ്പടവിൽ മലർന്നു കിടന്ന് ഇതിനെ നിരീക്ഷിച്ചത് ലഗ്നം കറക്റ്റ് ചെയ്യാൻ, ജ്യോതിഷത്തിന് ഫലം പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഗണിത സംവിധാനങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയുമ്പോഴാണ് ഈ ആധുനിക ഇപ്പോഴും ആ ഗണിതത്തിനൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പം പാശ്ചാത്യർ അതിനെക്കുറിച്ച് ദിവസവും അവിടെ വന്ന് അന്വേഷിക്കാൻ വരുന്നിടത്താണ് നമുക്ക് അതിനെക്കുറിച്ച് വിവരമില്ല, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നിടത്താണ് ഇതിൻ്റെ അപ്പോൾ ഇതെല്ലാം ഒരു വലിയ, അപ്പോഴാണ് നമ്മളിതിൻ്റെ ഡെപ്ത് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ജ്യോതിഷം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇന്ന സ്ഥലത്ത് ചന്ദ്രനെ കാണുന്ന സമയത്ത്, ഇന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്ത് ചന്ദ്രനെ കാണുന്ന സമയത്തിനാണ് നക്ഷത്രം എന്ന് പറയുന്നത്. അല്ലാതെ കോടാനുകൂടി പ്രകാശവർഷം അപ്പുറത്ത് നിൽക്കുന്ന നക്ഷത്രം മനുഷ്യനെ സ്വാധീനിക്കുന്നല്ല. ആ നക്ഷത്ര സമൂഹത്തിൻ്റെ അടുത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ നമുക്ക്
സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ചന്ദ്രനോ മറ്റ് ഗ്രഹങ്ങളോ ഒരാളുടെ നക്ഷത്രത്തെ സ്വാധീനിക്കും പോലെയാണോ ഈ ഭൂതപ്രേതാദികൾ മനുഷ്യരെ സ്വാധീനിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങോട്ട് ശരി, അത് ചോദ്യം വളരെ ശരിയാണ്. ഒരു സെക്കൻഡ്. അപ്പോൾ മരണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളപ്പോൾ ജീവൻ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരും. ജീവിതം എന്തോ അത് മനസ്സിലാവണം. എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു. ഒരു സംഖ്യാരേഖ വരച്ചാൽ 0 മുതൽ 10 വരെ കാണുന്നത് കൊണ്ട് നമ്മൾ 10 എന്ന് പറയുന്ന -1, 2, 3 അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട്. നമ്മൾ ഈ എടുത്ത ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നമ്മൾ അതിന് മുമ്പ് ഒരു അമ്മയുടെ വയറ്റിലായിരുന്നു. ആ അമ്മയുടെ വയറ്റിൽ വരുന്നതിന് മുമ്പ് അച്ഛൻ്റെ ശരീരത്തിലായിരുന്നു. ഈ അച്ഛൻ കഴിച്ച ജീവനുള്ള ഒരു അരിമണിയോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയോ ആയിരിക്കും അവൻ്റെ കുടലിൽ വന്നിട്ട് മറ്റൊരു ബാക്ടീരിയ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ആ മുമ്പോട്ടും പുറകോട്ടും ഇതിൻ്റെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്ന പോലൊക്കെ ഇരിക്കും ഇത്. അന്നമയമായ ശരീരം, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, അതൊക്കെ അങ്ങേക്ക് അറിയാവുന്നതുകൊണ്ട് സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇതൊന്നും അറിയത്തില്ല. അവനിതൊന്നും അറിയാത്തതുകൊണ്ട് ആ സ്റ്റാൻഡേർഡിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇവന് അതായത് ഇങ്ങനെയാണ്. അപ്പോൾ ഉണ്ട് എനിക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്തത് മനുഷ്യൻ സമൂഹജീവിയായി അതിലേറ്റവും യുദ്ധശക്തിയുള്ള ഒരുത്തനെ പിടിച്ചിട്ട് നമ്മളെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ ഗുണ്ട ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഗുണ്ടകളിൽ നല്ല ആളെ നോക്കി രാജഭരണം ഏൽപ്പിക്കുന്നു. അതിൽ തരികിടയെ നോക്കി യുദ്ധത്തിന് മാത്രമുള്ള കാലാളാക്കി വെക്കുന്നു. ഇച്ചിരി ബോധമുള്ളവനെ അതിൻ്റെ സൈന്യാധിപനാക്കുന്നു. അല്ലെങ്കിൽ ഒരാളെ ശുശ്രൂഷിക്കാൻ മനസ്സുള്ളവനെ വൈദ്യശാസ്ത്രം പഠിക്കാൻ വിടുന്നു. ഇങ്ങനെ ഒരു ജീനിയോളജി വന്നിട്ടാണ് ഭാരതത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയ ജീനോം തെറാപ്പിയാണ് പണ്ടത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനിപ്പം എങ്ങനെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റ് താല്പര്യമുള്ള ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെയോ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ ഒരു പക്ഷേ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടോ ആണ് ഇതൊരു ഒരു പക്ഷേ വൾഗറായത്. അതിനകത്ത് കൊണ്ട് കുഴപ്പങ്ങൾ അത് എല്ലാ രാജ്യത്തും കൊണ്ട് നാസികളോടുള്ള വിരോധം എന്ന് പറഞ്ഞ പോലെ ലോകത്തെല്ലാം ഇപ്പോൾ ഷിയാകളും സുന്നികളും തമ്മിലായിരിക്കും വഴക്ക്. എല്ലായിടത്തും ഈ സംവിധാനങ്ങളൊക്കെ പണ്ടേ ഉണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യന് നെഗറ്റീവ് എനർജിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. മരിച്ചതിൻ്റെ പ്രേതത്തിൻ്റെ കാര്യം ഇവിടെ ചോദ്യം അതിലോട്ടായി വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ചോദ്യം, ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുവാണ്, ജീവൻ എവിടെ ഇരിക്കുന്നത്? ഹൃദയത്തിലാണോ തലച്ചോറിലാണോ? MBBS പഠിച്ച പലരോടും ചോദിക്കുമ്പം അവർ പറയും ഞങ്ങൾക്കിതൊന്നും പഠിക്കാനില്ല. ഈ പ്രവർത്തനമെല്ലാം നനച്ചപ്പം ആ ഗ്രാഫ് നേരെ ആയപ്പം ആൾ മരിച്ചു. അന്നേരം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എനർജി നെയ്തർ ക്രിയേറ്റ് നോർ ഡിസ്ട്രോയ്, ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അയാളെ 100 വയസ്സ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ എനർജി ഇപ്പോൾ എങ്ങോട്ട് പോയി, അല്ലെ ഏത് ഫോമിലോട്ട് മാറി? ഇതിനൊരു ഉത്തരം തരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിലാരും ഉത്തരം പറഞ്ഞു തരാറില്ല. എൻ്റെ അറിവ് കുറവായിരിക്കാം, അത് അവർക്കില്ലാത്തത് കൊണ്ടാണോ അറിയില്ല. ഇനി ഞാൻ ചോദിക്കാറുണ്ട് പലരോടും, ഹൃദയത്തിലാണോ ജീവൻ തലച്ചോറിലാണോ? ഹൃദയത്തിലാണെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ചോദ്യം വരുവാണ്, ഹൃദയം മാറ്റി വെക്കുന്നു, പ്ലാസ്റ്റിക് ഹൃദയം കൊണ്ട് ചിരിക്കുന്നു. അപ്പോഴാണ് ചിലർ പറയുന്നത് തലച്ചോറിലാണെന്ന് പറയും. അപ്പോഴും ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞാൽ പിന്നെയും ഹൃദയത്തിലും മറ്റ് ഓർഗൻസിലും ജീവനുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ഉത്തരം മുട്ടുന്നിടത്താണ് നമ്മുടെ ശാസ്ത്രം തുടങ്ങുന്നത്. പ്രാണനപാനം ജ്ഞാനോദാനം സമാനം നാമം കുപ്പം കൃകലും ദേവത്വം തന്നെ ചെയ്യും. 10 പ്രാണനുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോംപ്ലിമെൻ്ററി എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നാണ് സ്വാമി പറയുന്നത്. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം, അപാനം എന്ന് പറഞ്ഞ വിസർജനം, വ്യാനൻ എന്ന് പറയുന്നത് ദേഹത്ത് മുഴുവൻ ഇതിനെ എത്തിക്കുന്ന സാധനം. ഇങ്ങനെ ഓരോന്നുമാണ്. കണ്ണിമ വെട്ടുന്ന ഒരു പ്രാണൻ്റെ ജോലി, ഇങ്ങനെയൊക്കെ ഓക്കെ. അപ്പോൾ മരിക്കുമ്പോൾ ഈ പ്രാണൻ ഒന്നിച്ചു പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. മരിച്ചാലും കിഡ്നി മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഓർഗൻസൊക്കെ വേറൊരാൾക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടാവുന്ന ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ശരി പറയും. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ അസ്ഥിയിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിനെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? കാർബൺ 12 ഐസോട്ടോപ്പ് എന്നായിരിക്കും. അത് റേഡിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹാഫ് ലൈഫ് എടുത്തിട്ടാണ് ഒരു അസ്ഥി കിട്ടി അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് എടുക്കുന്നതെന്ന് പറയും. അതിനെ ചിലപ്പോൾ ഒരു പക്ഷേ ധനഞ്ജയ പ്രാണൻ എന്നായിരിക്കും ഇവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അസ്ഥി അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് റേഡിയേഷൻ ഉണ്ടാക്കാം, ഫോസ്ഫറസിൻ്റെ അംശമുണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഒരു സെമിത്തേരിയിൽ ഇപ്പോൾ ആരും രാഷ്ട്രീയക്കാർ സമ്മതിക്കത്തില്ല, ചാനലുകാർ ബ്രൈബ് ചെയ്യുന്നതുകൊണ്ട് പലരും അത് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ പല സെമിത്തേരിയുടെയും അടുത്തുള്ള കിണറുകളിൽ അതിൻ്റെ പൊല്യൂഷൻ ഇറങ്ങുന്നു. ഓവറായിട്ട് സംസ്കാരം ഉണ്ടാകുമ്പോൾ ഭൂമിക്കത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, ഒരു പരിധിയില്ലേ. നേരെ മറിച്ച് ഇതെല്ലാം ബേൺ ചെയ്തിരുന്നെങ്കിലോ പ്രശ്നം ഉണ്ടാവില്ല. ബേൺ ചെയ്യുമ്പോൾ ഈ കാർബൺ 12 എന്നുള്ളത് സാധാ കാർബണായി മാറി, അതിന് പൊല്യൂഷനോ മറ്റു കാര്യങ്ങളോ ഇല്ല.
സത്യത്തിൽ എല്ലാവരും അത് ചെയ്യുമല്ലയോ വേണ്ടത്. അപ്പം അന്ധവിശ്വാസം ഏതാ ശാസ്ത്രീയം, ഇതാണ് കൂടുതൽ ശാസ്ത്രീയം. ക്രിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ഇത്ര വളരെ ദീർഘവീക്ഷണമുള്ള ആൾക്കാർ കണ്ടുപിടിച്ച സാധനമാണിത്. അതിനെയാണ് ഒരു വിഭാഗം മൈനോറിറ്റിയുടെ ഉദ്ദേശം കൊണ്ട് അതിനെ തെറ്റാന്ന് പറയാൻ വേണ്ടി നടക്കുന്നത്. പോട്ടെ, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതിനെ അപ്പോൾ ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, ഒരു മനസ്സുണ്ടല്ലോ, പാറ്റയ്ക്ക് തലയില്ലേലും ഒരാഴ്ച ജീവിച്ചിരിക്കാം, പക്ഷേ അത് ഓടി നടക്കുമല്ലോ, അതിനൊരു മനസ്സുണ്ടല്ലോ. അപ്പോൾ അത് തലച്ചോറിലാണ് മനസ്സെന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഈച്ച എന്ന് പറയുന്ന സൂക്ഷ്മമായ ഈച്ചയ്ക്ക് സ്വന്തം തലയെടുത്ത് അത് ക്ലീൻ ചെയ്യുന്ന പരിപാടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ തല ഊരിപ്പോവും. എന്നിട്ട് അത് തിരിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് എന്നാലും പിന്നെ 2 മണിക്കൂറൂടെ ജീവിക്കും, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ജീവിച്ചിരിക്കും. പക്ഷേ ഇത് എവിടെയെങ്കിലും ഇടിച്ചു പോകും, കണ്ണില്ലാത്തതുകൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം തലച്ചോറിലാണ് ജീവൻ എന്ന് പറഞ്ഞാൽ, മനസ്സെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അതിനെന്നെ തിരുത്തി തരാം. അപ്പം മനസ്സെന്നൊരു സാധനമുണ്ട്. ഇത് മനസ്സെവിടാ? മനസ്സ് ഹൃദയത്തിലാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞല്ലത്. ഞാൻ ആരെങ്കിലും പറയാറുണ്ടോ? ഞാൻ എന്ന് പറയാറുണ്ടോ? ഞാൻ അതെന്താണെന്നറിയത്തില്ല, അങ്ങനെ അത്രയും പറയാൻ അറിയാം. അപ്പോൾ അതിനാണ് അപ്പോൾ നമ്മുടെ ചക്രങ്ങളുടെ കാര്യമൊക്കെ വരുന്നത്. അപ്പം നമ്മൾ പക്ഷേ ഇത് റിഫ്ലക്സ് ആക്ഷൻ, മുള്ളെ കാല് കൊണ്ടപ്പോൾ കാല് വലിച്ചത് തലച്ചോറിൻ്റെ പ്രവർത്തനം കൊണ്ടല്ല, റിഫ്ലക്സ് ആക്ഷൻ കൊണ്ടാണ്, സുഷുമ്ന നാഡിയുടെ പ്രവർത്തനം, എന്തൊക്കെ പറയും. ഓക്കെ, അപ്പോഴാണ് പറയുന്നത് ജീവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വേറെയാണ്. അപ്പോൾ നമുക്ക് സംശയം തോന്നുകയാണ് ഇതെന്താണ്. അപ്പോഴാണ് മനസ്സെന്ന് പറഞ്ഞാൽ മൈൻഡ് ഈസ് നോട്ട് ആൻ ഓർഗൻ, ഇതൊരു അവയവമല്ല, ഇറ്റ് ഈസ് എ പ്രോഗ്രാം. ഒരു മൊബൈൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു, ഉടനെ കവർ പൊട്ടിച്ചാൽ ഉടനെ അത് മറ്റേത് കയറ്റി അതിനകത്ത് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് സെറ്റപ്പാക്കി സിമ്മും ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചപ്പോൾ അവന് ഹിന്ദുവാണോ മുസ്ലിമാണോ ഒരു കയ്യിലെ ടാഗ് മാറിപ്പോകാം. 100 പ്രസവം നടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഇത് മാറിപ്പോകാം. പക്ഷേ അവൻ്റെ ജീൻ മാറത്തില്ല. എങ്കിൽ പോലും ഈ സാധനത്തിനെയൊക്കെ ഇവനെ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന, അതുകൊണ്ട് ഇവൻ്റെ മനസ്സെന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. മനസ്സ് കാരണമാണോ ഈ മനസ്സ്? അപ്പം നമ്മുടെ ശാസ്ത്രം പറയുന്നത് മനസ്സെന്ന് പറയുന്ന ഒരു രോഗമാണ്. മനസ്സില്ലാതാക്കണം. മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തി നിർവിഷയം മന. ഈ മനസ്സിനെ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കറക്റ്റ്, അതായത് ഒരു പശുവിന് തിന്നാൻ കൊട്ടാത്തൊരു പോച്ച ഒരു പുല്ലിട്ട് കൊടുത്താൽ അത് തിന്നത്തില്ല. അല്ലെങ്കിൽ ഒരു ഉറുമ്പ്, ഒരുപാട് കെമിക്കൽ പ്രശ്നമുള്ള സിന്തറ്റിക് സാധനമുള്ള മുട്ടായി ഉറുമ്പ് അരിക്കുന്നില്ല, ഈച്ച വന്ന് ഇരിക്കുന്നില്ല. പൊട്ടനായ മനുഷ്യൻ ഇതൊക്കെ എടുത്ത് കഴിക്കും. അവന് മനസ്സുണ്ടായിപ്പോയി. അപ്പോൾ ഈ മനസ്സാണ് മരിച്ചു കഴിഞ്ഞിട്ട് നിലനിൽക്കുന്ന ഞാൻ എന്നുള്ള ബോധം, അല്ലെങ്കിൽ ഈ മനസ്സിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഈ മനസ്സ് ഡിലീറ്റ് ചെയ്യും. മൊബൈൽ താഴെ വീണ് പൊട്ടിയതോടുകൂടി ഈ സിമ്മ് ഡീആക്ടിവേറ്റ് ആയില്ല, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആയില്ല. ഇങ്ങനെ നിങ്ങളുടെ ഭാഷ, പണ്ടൊക്കെ ഞങ്ങളിത് പറഞ്ഞു കൊടുക്കാൻ പണ്ടുള്ള മഹർഷിമാർ പാടുപെട്ടിരുന്നു. ഇപ്പോൾ ആ പാടില്ല. ഇങ്ങനെ ഉദാഹരണം വെച്ച് പറയാം. അതായത് സിമ്മിനകത്ത് ഈ 2 പച്ച വീണില്ലെന്നുള്ളതേ ഉള്ളൂ. ഡിലീറ്റ് ഫോർ എവരി വൺ എന്നൊക്കെ അടിച്ചെങ്കിലും 2 പച്ച വീണില്ലെന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ മൈൻഡ് ഡിലീറ്റ് ഈ മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നു, ശരീരം പോയി. ഈ സിം എടുത്ത് അടുത്ത സിമ്മിലിട്ട് വീണ്ടും ഇത് വർക്ക് ചെയ്യിക്കാം. അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു 2ാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. ആ മനസ്സങ്ങനെ നിലനിൽക്കുന്നതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് പ്രോഗ്രാം, വൈറസ് പ്രോഗ്രാമായിട്ട് നിലനിൽക്കും. ഇത് മറ്റൊരാളുടെ ഫോണിൽ കയറിയാൽ അത് വൈറസായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഗാമാ തരംഗങ്ങളോ അതിനപ്പുറത്തോ ഉള്ള കാര്യമാണ്. അത് കണ്ടുപിടിക്കാനുള്ള മെഷീൻ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇതില്ലാന്ന് പറയാനൊക്കത്തില്ല. എനിക്ക് ഇത്തരം വേദനയുണ്ട്, പ്രസവ വേദന. ഞാൻ പറയുകയാണ്, എൻ്റെ ഭാര്യ 3 പ്രസവിച്ചു, ഇത് ചുമ്മാതാ, ഈ വേദനയില്ല എന്ന് എനിക്ക് പറയാം. അവക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വേദന. അനുഭവം അവർക്കാണ്. വേദന കണ്ടുപിടിക്കാനൊരു പുരുഷ ഡോക്ടർക്ക് പറ്റത്തില്ല. പ്രസവ വേദന കുറിച്ച് എത്ര പറഞ്ഞാലും ഒരു സ്ത്രീ ഡോക്ടർ പറയുന്ന പോലെ പ്രസവ വേദനയെക്കുറിച്ച് പുരുഷ ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് തെളിവില്ലെന്നോ അതിന് ലോജിക്കില്ലെന്നോ അതിനൊരു മെഷർമെൻറ്റ് മിഷൻ ഇല്ലെന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെ.
അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുന്ന എക്യുപ്മെൻറ്റ്സ്. അതല്ല, ഈ എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന ആളും കൂടെ പെണ്ണായിരിക്കണം, പ്രസവിച്ചോളും ആകണം. ഇതിന് ശേഷം ഈ മരണശേഷം ഇവർ ഇതെങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഒരു സ്വാധീനിക്കുന്നത്? ഒരാൾ മരിച്ചപ്പോഴും മൈൻഡ് നിലനിൽക്കുന്നു, ശരീരം പോയി, അത് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഈ മൈൻഡിന് ഇരിക്കാനൊരു സിമ്മ് വേണം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് വേണം. അത് നോക്കിക്കഴിഞ്ഞപ്പം ഈ ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലെങ്കിലും വേറൊരാളുടെ പ്രോഗ്രാം കിട്ടിയാലും മതി, അതിലേക്ക് ഇടിച്ച് കയറുന്നു, എൻ്റർ ചെയ്യുന്നു. ഒരാളെ വിളിക്കുമ്പോൾ വേറൊരു കൂടെ കയറി വരുന്ന പോലെയാണ് ഈ ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അയാൾ മലയാളം പോലും അറിയാത്ത ഹിന്ദി സംസാരിക്കുന്നു, അങ്ങനെ ഒക്കെ സംഭവിക്കുന്നു. അങ്ങനെയുള്ളൊരു വിഷയങ്ങൾ. ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം ജ്യോതിഷമാണ്. ജ്യോതിഷത്തിൽ ഗുളികൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഇന്ന ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന പോലെ മരിച്ച ഒരാളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ നിങ്ങളുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചതായിട്ട് അറിയാവോ. അല്ല, ഈയിടെ ഒരു അമേരിക്കൻ ഒരുപാട് പേര് വെളിയിൽ നിന്ന് വിളിക്കാറുണ്ട്. അവർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന പോലെ തരത്തിലൊരു കേസ് കിട്ടും. അയ്യോ, അതെൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ ഈ പ്രേതത്തിനെ ഞങ്ങൾ ആവാഹിക്കുമ്പോൾ ഈ പ്രേതം വരുന്നില്ല. ഇതിനൊരു കൺസെപ്റ്റ് ഇങ്ങനെ, ഈ സിമ്മ് ഡിലീറ്റ് ചെയ്യണേ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണേ എന്ത് ചെയ്യും? ഇതിന് വേറൊരു ഈ സിമ്മ് വേറൊരു താൽക്കാലികമായിട്ട് ഫോണിലോട്ട് ഇട്ട് ഇത് ഡിലീറ്റ് ചെയ്യാനേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ താൽക്കാലികമായിട്ടൊരു വെള്ളി കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി അതിലേക്ക് ഇതിനെ ആവാഹിച്ച് ഡിലീറ്റ് ചെയ്യുന്നു വെച്ചു. ഇങ്ങനെ പറയാൻ പറ്റൂ. ഞങ്ങളുടെ സാങ്കേതികം വേറെയാണ്. സാധാരണക്കാരോട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങളിത് മുഴുവൻ പഠിക്കണം. ഇങ്ങനെ പറയാൻ പറ്റും. ഇതിനകത്തോട്ടിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് അമേരിക്കയിലെ ഒരു ഡോക്ടറാണ്. എനിക്ക് ആ പാടെ പ്രശ്നം വേണമെങ്കിൽ അഡ്രസ്സൊക്കെ തരാം, പബ്ലിക്കാക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ടാണ്, ബന്ധുക്കളാണ്. അപ്പം അവർ ആ പ്രശ്നങ്ങളുണ്ടായിട്ട് അവർ വരികയാണ്. അപ്പോൾ അവരുടെ പല പരിപാടി നോക്കി അപ്പം ഒന്നിൽ കൂടുതലാണ് വിഷയം. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കാം. ഏറ്റവും ചെറിയ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രശ്നം കുട്ടികളെ അബോർഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ആത്മാക്കളാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അവർ വിചാരിക്കും വെളിയിലായിട്ടില്ല, മുൻപായിട്ടില്ലല്ലോ. അതാണ് ഈ ആത്മാവിനൊരു മനസ്സുണ്ട്. അഭിമന്യു എഫക്റ്റ് എന്ന് അമേരിക്കക്കാർ പറഞ്ഞ സാധനം. അതിനെ കട്ട് ചെയ്തൊക്കെയല്ലേ കളയുന്നത്. ഈ ആത്മാവാണ് ഈ കുട്ടി ഉണ്ടായ ഈ ആത്മാവിനെ കളഞ്ഞിട്ട് പെട്ടെന്ന് പ്രസവിച്ചു എന്നും പറഞ്ഞ് അതിനെ കളഞ്ഞു കഴിഞ്ഞപ്പം അതിനെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് ഈ കുട്ടിയിൽ കയറിയിട്ടാണ് ആ അടുത്തുള്ള, അതായത് സെയിം വേവ് ലെങ്തിലുള്ള എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ വഴിയെ പോകുന്ന എല്ലാ നെഗറ്റീവ് ആത്മാക്കളെ ഇത് അട്രാക്റ്റ് ചെയ്ത് ഇതിനൊരു തുള്ളി ഈ തേൻ വീണ അവിടെ ഈച്ചയും പല്ലിയും പഴുതാരും എല്ലാം വരുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ ആത്മാക്കൾക്കും ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസായി ഇവർ MBBS പഠിച്ച ഡോക്ടറായിട്ട് പോലും, അമേരിക്കയിലെ ഡോക്ടറായിട്ട് പോലും അവർക്ക് ഈ എഫക്റ്റിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർ പിന്നെ ഈ ബേസ് ഉള്ളവരായതുകൊണ്ട് നമ്മളറിയാവുന്നതുകൊണ്ടോ ഒരു പക്ഷേ വിശ്വാസം കൊണ്ടോ എങ്ങനെയോ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് ഈ നോളജ് ഉള്ളവരായതുകൊണ്ടോ അവരുടെ വിശ്വാസം കൊണ്ടോ ഇതിനകത്ത് കൂടെ ഇതൊന്നും അവർക്കറിയത്തില്ല. ഇതൊക്കെ ഇങ്ങോട്ട് പറയാതാണ് നമ്മളങ്ങനെ. അതായത് ഒരു ജ്യോത്സ്യനെ എങ്ങനെ വിശ്വസിക്കണമെന്ന് ചോദിച്ചു. നമ്മുടെ വിഷയങ്ങൾ പേരുനാളും മാത്രം പറയുക, നമ്മുടെ അനുഭവങ്ങളെ 3-4 അനുഭവങ്ങളെ ഇങ്ങോട്ട് പറയുന്നെങ്കിൽ മാത്രമേ അയാളെ വിശ്വസിക്കാവൂ. അല്ലാതെ ആദ്യമേ ജ്യോത്സ്യനോട് നമ്മുടെ എല്ലാ വിവരവും പറയരുത്. അവൻ എന്തെങ്കിലും 1-2 കാര്യം വിശ്വാസയോഗ്യമായ കാര്യം അവൻ ഇങ്ങോട്ട് പറയണം. അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാം, അല്ലാതെ എൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറയരുത്. അവൻ കണ്ടുപിടിക്കട്ടെ. ഒരു ജാതകം കൊണ്ടു കൊടുത്താൽ അപ്പം ഈ മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞെങ്കിലേ മനുഷ്യൻ്റെ മരണം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ജന്മം ചെയ്തിട്ട്, അതായത് കഴിഞ്ഞ പിള്ളേർ ഇപ്പോഴത്തെ സേ എഴുതത്തില്ലയോ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടു 4 പേപ്പർ എഴുതിയില്ല, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 3-5 പേപ്പർ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം ഫീസ് കെട്ടിവെച്ച് വീണ്ടും എഴുതുന്ന പോലെയാണ്. കഴിഞ്ഞ ജന്മം കുറേ പേപ്പർ കിട്ടാത്ത മനുഷ്യരാണ്, ഈ ജന്മം പേപ്പർ ക്ലിയർ ചെയ്യാൻ വേണ്ടി ജനിച്ചേക്കുന്നവരാണ്. അവരെ പേപ്പർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അവരെ ട്യൂഷന് വിടുന്നത് തല്ലു കൊടുക്കലാണ് ഇവിടെ ദൈവം ചെയ്യുന്നതെന്നാണ് മനസ്സിലായത്. ആ ചിലരാണെങ്കിൽ ബുദ്ധിപൂർവ്വം പഠിച്ചങ്ങ് ക്ലിയർ ചെയ്യും, ചിലർ പിന്നെ ഇപ്പോൾ ഈ കൊല്ലത്തെ കൂടെ അങ്ങ് പെനാൽറ്റി ആക്കുവാണ്. ഇതാണ് മനുഷ്യൻ ഈ ജന്തുവിനാ സൈക്കിളിൽ കൂടെ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ജനസംഖ്യ കൂടുന്നു എന്ന് എന്താ ചോദിക്കാത്തത്? ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കണം.
മനുഷ്യൻ്റെ എണ്ണം കൂടുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ എണ്ണം കൂടുന്നു എന്നതിന് ശാസ്ത്രീയമായിട്ടാണ്. ശാസ്ത്രീയമായിട്ടും ആരും ഒന്നും പറയുന്നില്ലെന്നേ. നമ്മുടെ ശാസ്ത്രം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 84 ലക്ഷം ജന്മനം കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അമീബിയായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പ്രൊമോഷൻ കിട്ടി നമ്മുടെ കൺസെപ്റ്റ് അങ്ങ് പറയുക. ഇത് ശരിയുമാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് അവരാണ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം. നമ്മുടെ അനുഭവത്തിൽ ശരിയാണ്. അത് തെറ്റാൻ സ്ഥാപിക്കേണ്ടത് മറ്റുള്ള ഉത്തരവാദിത്വം, ഇതിനെ എതിർക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ എതിർക്കുന്നവർ ഇത് പഠിക്കാതെ അങ്ങനെ അവർ തെറ്റാന്ന് പറയുന്നത്. ചുമ്മാ അങ്ങ് തെറ്റാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും. അവരിത് പഠിക്കുക, പരിശോധിക്കുക, എന്നിട്ട് വേണം തെറ്റാന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ എനിക്ക് ക്യാമറയെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യ, ഈ ക്യാമറ ഇങ്ങനെയല്ല വെക്കേണ്ടതെന്ന് ഞാൻ പറയുന്ന പോലെ ഇരിക്കും. ഇതിനെക്കുറിച്ച് യാതൊരു ABCD അറിയാൻ വയ്യ, ഞെക്കിയാൽ പോരായോ, ഇത് കത്തുമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇത്ര ആംഗിളുണ്ട്, മറ്റേണ്ട് മറിച്ചുണ്ട്, ഒരു ശാസ്ത്രീയമായിട്ട് പഠിച്ച് അല്ലേ അതെ എന്ന് പറഞ്ഞ പോലെ ഏതും പഠിച്ചിട്ട് വേണം നമ്മൾ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ ഇങ്ങനെ ജനിച്ച മനുഷ്യൻ പുനർജന്മ സിദ്ധാന്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെ പ്രൊമോഷൻ കിട്ടി വരുന്നവർ മനുഷ്യനായി വരുന്നു. ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി പോവാത്തവരുടെ എണ്ണം കൂടുന്നു. കുരുത്തക്കേട് ചെയ്യുന്നവരുടെ ആൾക്കാരെണ്ണം കൂടിയതുകൊണ്ടേ ഈ പണ്ട് 9ാം ക്ലാസ്സിൽ തോൽപ്പിക്കലുണ്ടായിരുന്നു. ഈ കയറി 9ാം ക്ലാസ്സിൽ വരുന്നവരുടെ എണ്ണം കൂടുതലുണ്ട്. 10 പോയാൽ 100%, ഇവനെ 10 വിട്ടാൽ 100% ഇത് പോകുമെന്നുള്ളതുകൊണ്ട് ഇവനെ വീണ്ടും 9 തോൽപ്പിക്കും. അങ്ങനത്തെ എണ്ണം കൂടുതൽ വരും. എന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ നിന്ന് പ്രമോഷൻ കിട്ടി പോകേണ്ടവരുടെ എണ്ണം കുറയുന്നു, മോക്ഷം കിട്ടി പോകേണ്ട ആത്മാക്കളുടെ എണ്ണം കുറയുന്നു, അവർ വീണ്ടും ജനിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, പ്രമോഷൻ കിട്ടി വരുന്നവരുടെ എണ്ണവും കൂടുന്നു. ഇതെല്ലാം ബേസ് ചെയ്യുന്ന ഭൂമികയാണ് ഭൂമി. ശരിയായ രീതിയിലല്ല മരണമെങ്കിൽ ഇവർ എങ്ങനെയായിരിക്കും ഇത് പോവുക? അത് അയാളുടെ ഗുരുലേഖത്വം അനുസരിച്ച് അവർ തീരുമാനിച്ചോളും. ചിത്രഗുപ്തൻ തീരുമാനിക്കും. അല്ല, ഈ ആത്മാവ് അങ്ങനെ മറ്റ് ഇതര ജന്മങ്ങളായിട്ട് അവർ ജന്മം പ്രാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മറ്റു മനുഷ്യരെ ദോഷമായി ബാധിക്കുന്ന തരത്തിലേക്ക് വരില്ലല്ലോ. അതായത് മറ്റൊരു ജന്മം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവി വിഭാഗത്തിലോ ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതല്ലാതെ അലഞ്ഞു തിരിയുന്നതാണ് പ്രശ്നമായി മാറുന്നത്, കൂടുതലും പ്രശ്നമായി മാറുന്നത്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഈ നമ്മൾ വണ്ടി ഇറക്കുന്നു, 15 വർഷത്തേക്ക് ടാക്സ് അടിച്ചിറക്കും. ഇത് പലയിടത്തും കൊണ്ട് ഇടിക്കണമെന്നൊന്നും അനുവാദം തന്നിട്ടില്ല. 12 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടം ചെയ്യാൻ, 15 വർഷം കഴിഞ്ഞപ്പോൾ അത് കണ്ടം ചെയ്യേണ്ടതാണ്. പിന്നെ റീടെസ്റ്റ് അടിച്ച് ഉപയോഗിക്കുന്നവരില്ലയോ? അപ്പം ഇറക്കിയതിൻ്റെ പിറ്റേന്ന് ടോട്ടൽ ലോസ് ആക്കി കളയുന്നവരില്ലയോ? ആത്മാനം രഥനം വിധി ശരീരം രഥമേവജ ഇന്ദ്രിയാണി ഹയാന്യാഹു മനഃപ്രഗ്രഹമേവജ. ശരീരം ഒരു വെഹിക്കിളാണ്, അത് ഓടിക്കുന്ന ആളാണ്, ഇതിനകത്ത് ഡ്രൈവറാണ്, അത് ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ മറ്റ് സംവിധാനം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതാണ് അത്. അപ്പം ഇയാൾ വേറൊരു വാഹനം ഉപയോഗിച്ചാൽ പിന്നെ ഇയാളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല നോർമലി. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഉദാഹരണം എന്ന് പറയുന്ന ജീവനാണ് അപ്പുറത്ത് പോയി ജനിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ചു. ഒരിക്കൽ രമണ മഹർഷിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഈ മരിച്ച ആളിപ്പോൾ എന്തായി കാണും, 1 മണിക്കൂറിലേ ആയുള്ളൂ മരിച്ചു. അതോ ഇപ്പം വേറെ എവിടെയെങ്കിലും ജനിച്ച് 75 വയസ്സും ആയി കാണും ചിലപ്പോൾ. കാരണം ടൈം ട്രാവലിംഗ് ആണ്. ടൈം എന്ന് പറയുന്ന സാധനം ഇവിടെ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സാധാരണഗതിക്ക് നമ്മുടെ ചിന്താഗതിക്ക് ഇപ്പം 1 ലക്ഷം അല്ല 1 എഴുതിയിട്ട് 25 പൂജ്യം ഇട്ടാൽ ആ സംഖ്യയെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ നമുക്ക് പറ്റുമോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമുള്ള സാധനമാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിച്ച് കൺഫ്യൂഷൻ ആകുമെന്നുള്ളതല്ലാതെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇയാൾ അവിടെ വേറെടുത്ത് ചെന്ന് ജനിച്ചാൽ അത് വേറൊരു പ്രായൻ്റെ ഒരു സംശയമാണ് പോയി. ഇതിൽ മറ്റേ ഇയാളുടെ മനസ്സ് നിലനിൽക്കുന്നു. അയാൾക്ക് മനസ്സിന് ഇപ്പം ഉദാഹരണം ഈ പറഞ്ഞ ചേച്ചിയുടെ പ്രേതത്തിൻ്റെ കാര്യം, ഒരു കൂട്ടുകാരിയുടെ പ്രേതമാണ്. ഇവർ MBBS ഒന്നിച്ച് പഠിച്ചാണ്. ഈ കുട്ടിക്കൊരു ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാശി കാണുന്ന പ്രേതത്തിനെ ആവാഹിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഈ പ്രേതം ചില പോയിൻ്റിൽ നിൽക്കുമ്പോൾ അത് നമ്മളോട് ചിലത് ഇൻഡിക്കേഷൻ കാണിക്കും. അതിന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് കാണിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. അപ്പോൾ അത് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളുടെ കുഞ്ഞുമായിട്ട് എന്താ നിങ്ങളുടെ ബന്ധം? അതിനെന്തോ നിങ്ങളെ ഓഫർ ചെയ്തിട്ട്, അയ്യോ അവനും MBBS പഠിച്ചതാണ്. ഇവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാനൊരു സ്റ്റെതസ്കോപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഈ ആത്മാവിന് ഈ ശരീരം ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ ഒന്ന് തഴുകണമെന്നോ അല്ലെങ്കിൽ അതിന് നേരിട്ട് ഒരു സ്റ്റെതസ്കോപ്പ് കൊടുത്ത്
അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഈ ആത്മാവിൻ്റെ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെഹിക്കിളായിട്ട് ഉപയോഗിക്കുക. നമ്മൾ ഈ വേറൊരു ചില പരാത ജീവികൾ മറ്റേ ഇതിൻ്റെ വിട്ടിലിൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലാണ്. അപ്പം അതിന് പറഞ്ഞ് ഞങ്ങൾ ഇതുകൊണ്ട് കൊടുത്തോളാം, വീഡിയോയിൽ ഇനി പത്തോളം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പറഞ്ഞാൽ പട്ടത്തിൽ ഇപ്പോൾ എവിടെ ചെറുക്കൻ എവിടെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒരു കോംപ്രമൈസിലെടുത്ത് അതിനെ വീഡിയോയിൽ കൂടെ ഇത് സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞപ്പം ആ ഭാഗം വിട്ടിട്ട് വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒടുവിൽ പറഞ്ഞത് എന്താ, നീ നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഈ പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നീ ഇത്രയൊന്നും ചെയ്താൽ പോരാ, നീ കുറച്ചുകൂടെ ഈ കാര്യത്തിൽ നിനക്ക് ചെയ്യാനുണ്ട്, അതിൽ എന്തോ കാര്യം ഇത് പറയുന്നതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ല, അവരുടെ സാങ്കേതിക കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല. ഈ പ്രേതം പറയുന്നത് നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യണം കൂടുതലെന്നാണ്. അയ്യോ അത് ശരിയാ, ഇവൾ മരിച്ച ഓർമ്മ വരുമ്പോൾ ഞാൻ ആ കേസ് അറ്റൻഡ് ചെയ്യത്തില്ല. ഇവർ ആ കാര്യത്തിൽ കുറേ എക്സ്പെർട്ടുമാണ്. ഇവർ ശരിയായി ആ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യാൻ ഇവർക്കൊരു മടി, ഈ ഓർമ്മ വന്നിട്ട്. അപ്പോൾ അതിന് ചെവിക്ക് പിടിക്കുകയാണ് ഈ പ്രേതം. ഇപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ ഞാൻ വരാം, ഓ ശരി അത് ഇനി ഞാൻ ചെയ്തോളാം. അത് കഴിഞ്ഞപ്പോൾ പറയും എൻ്റെ ഇൻഷുറൻസ് ഏതാണ്ട് കിട്ടാനുണ്ടെന്നാണ് അത് പറയുന്നത്. അത് അവരോട് പറയാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞോളാം, ഓ ശരി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവർ തമ്മിൽ മാത്രം ഇരുന്ന് നിങ്ങൾ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു പ്രദേശത്തിലായി ഇപ്പോൾ അത് പോയിരിക്കുന്നു. എനിക്കറിയാം ഈ അതിൻ്റെ ലക്ഷണമൊക്കെ പറയാം. മേഷസ്ഥിതാത്വാകര രത്നഭൂമി കുല്യാപ്രദേശോ ഭുജകാലേശ്ച എന്നൊക്കെ പറഞ്ഞ് സംസ്കൃതത്തിലുണ്ട്. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇന്ന പോലൊരു അന്തരീക്ഷത്തിലുള്ള സ്ഥലത്താണ് നിങ്ങൾ പോയി പഠിക്കുമ്പോൾ പോയി ഇരിക്കാറുള്ളത്. അയ്യോ അത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലം പോലെ ഇന്ന സ്ഥലമാണ്, അവിടെ വെച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് സങ്കല്പിച്ചു, അത് വന്നു. ഈ ഇൻഡ്യൂഷൻസ് നമുക്ക് എങ്ങനെ? ഇൻഡ്യൂഷൻ അല്ല ഇത് ഇൻഡ്യൂഷൻ അല്ല, സയൻസാണ്. ഞങ്ങളുടെ സയൻസ്, നിങ്ങളുടെ സയൻസ് അല്ല. ഇതിൻ്റെ ലോജിക്ക് ഞങ്ങൾക്ക് അറിയാവൂ.